എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ എത്തി നിൽക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിലുള്ള ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലും അതിനോടനുബന്ധിച്ച് മലയാളിയായ അർജുനെ കാണാതാകുന്നു, വാഹനത്തോടുകൂടെ അദ്ദേഹത്തെ കാണാതാകുന്നു എന്നുള്ളൊരു നടുക്കുന്ന ആ ഒരു വാർത്തയുടെ നടുവിലാണ് നമ്മൾ ഓരോ ദിവസവും നിൽക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ന്യൂസുകൾ എടുത്ത് നോക്കും, എന്തെങ്കിലും പ്രോഗ്രസീവ് അതിനകത്ത് കാണാനുണ്ടോ, എന്തെങ്കിലും ആ മനുഷ്യനെ ജീവനോടെ കിട്ടുവാനുള്ള എന്തെങ്കിലും ചാൻസുകളുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പർപ്പസ്ലി വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാര്യം, ഈ കർണാടകത്തിലുണ്ടായ മണ്ണിടിച്ചിലിനെ കുറിച്ചും അവരുടെ ആ ഒരു ഭൂപ്രദേശത്തെക്കുറിച്ചും ഏറ്റവും നന്നായി അറിവുള്ളവർ അവിടുത്തുകാർ തന്നെയാണ്, അല്ലേ? ഇവിടുന്ന് പോകുന്ന നമ്മൾക്കോ കേരളത്തിലിരുന്ന് സംസാരിക്കുന്നവർക്കോ അല്ല അതിനെക്കുറിച്ച് അറിവുള്ളത്. അതിനെക്കുറിച്ച് ഏറ്റവും അറിവുള്ളത് അവർക്ക് തന്നെയാണ്. അവർ ഇതിൻ്റെ ആ തുടക്ക സമയത്ത് കുറച്ച് അനാസ്ഥയൊക്കെ അവർ കാണിച്ചു. അതിൽ അവരെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൾച്ചർ അങ്ങനെയാണ്. കാരണം അവർ മനുഷ്യജീവനൊന്നും അത്ര വില കൽപ്പിക്കുന്നവരൊന്നുമല്ല ഈ കർണാടക സർക്കാരും അവിടുത്തെ രാഷ്ട്രീയക്കാരും എന്നൊക്കെ പറയുന്നവർ. മൊത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയണം. അവരത്ര മനുഷ്യജീവന് വലിയ വില കൽപ്പിക്കുന്നവരല്ല. അതിനൊരു കാരണം, ഇന്നും അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ജയം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരിന്നും മനുഷ്യക്കുരുതികളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഉൾപ്രദേശങ്ങളിലോട്ടൊക്കെ ആരും അറിയാതെ ഇന്നും മനുഷ്യക്കുരുതികളൊക്കെ നടത്തി അവർ എന്താ പറയുക, ജയം ഉറപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഇന്നും രഹസ്യമായി തുടരുന്നവർ തന്നെയാണ് ഈ കർണാടകക്കാർ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു കന്നഡിയൻസ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി സൂക്ഷിക്കുന്നവരവർ. പുറത്തുനിന്ന് വരുന്നവർക്ക് വലിയ വില കൊടുക്കാറില്ല. കാരണം നമ്മൾ അതിനും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം ഇന്ന് കേരളത്തിലോട്ട് ഈ ബംഗാളികളുടെ കുത്തൊഴുക്ക് നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവരിവിടെ വന്നിനി അവരിവിടെ കൈയടക്കി നമ്മുടെ ആ ഒരു സ്വൈര്യവിഹാരത്തിന് അവർ തടസ്സമാകുമോ, നമ്മൾക്കെതിരെയുള്ള അവർ ഒത്തിരി അക്രമങ്ങളൊക്കെ കാണിക്കുന്നവരുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾക്ക് പ്രശ്നമാകുമോ എന്ന് നമ്മൾ ഒത്തിരി വ്യാകുലപ്പെടുന്നത് കൊണ്ട് നമ്മൾ ഈ ബംഗാളികളുടെ ഒഴുക്കിനെ തടയണമെന്ന് നമ്മൾ മുറവിളി കൂട്ടുന്നവരാണ്, അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ കർണാടകക്കാരും അവർ കന്നഡവാദികളാണ്. അവർ കർണാടകയിലുള്ളവർ മതി, പുറത്തുള്ളവർ വേണ്ട. അതിനവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ ഒത്തിരി മലയാളികൾ അവിടെ ചെന്നിട്ട് ഗുണ്ടായുസമായിട്ട് നടക്കുന്നവരുണ്ട്. അതുപോലെ ഈ എന്താ പറയുക, ആന്ധ്രയിലുള്ള റെഡ്ഡി എന്ന് പറയുന്ന ഒരു വിഭാഗം, നമ്മുടെ ആന്ധ്രക്കാർ, മലയാളികൾ, തമിഴർ ഇവരൊക്കെ അവിടെ ചെന്നിട്ട് ഈ ഒത്തിരി ഗുണ്ട ഗാങ്ങുകൾക്ക് പിന്നിൽ മിക്കപ്പോഴും ഈ ടീമുകളാണ് അവിടെ തുടക്കം കുറിച്ചത്. അതുകൊണ്ട് അവർക്ക് വാസ്തവമായിട്ടും മറ്റുള്ളവർ വന്ന് അവരുടെ സ്ഥലത്തെ അവരുടെ ആ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നത് കൊണ്ടും നമുക്കറിയാം, ബാംഗ്ലൂരിലോട്ടൊന്നും കാല് കുത്താൻ പറ്റത്തില്ല. കാരണം അതുപോലെ തിരക്കാണ്. ഓഫീസുകളിലൊക്കെ പോകാൻ എത്ര ബുദ്ധിമുട്ടിയാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് അവിടെ ജോലി ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തവർക്കറിയാം. ഞാൻ അവിടെ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അറിയാം അവിടുത്തെ ബുദ്ധിമുട്ട് എന്തോരമാണെന്ന്. അതുകൊണ്ട് അവരെ നമുക്ക് ആ ഒരു വിധത്തിലാണ് അവരുടെ മെൻറ്റാലിറ്റി. അവർ കന്നഡേഴ്സിനെ മാത്രം അവർ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അല്ലാത്തവരുണ്ട്, അവരോട് നമ്മൾ ആത്മാർത്ഥത കാണിക്കുകയും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അവർ അക്കമഴിഞ്ഞ ആത്മാർത്ഥത നമ്മളോട് കാണിക്കാറുണ്ട്. അതും വേറൊരു മറുവശം. അപ്പം ഇവർ എന്താ പറയുക, ഇവർ ഇതിൻ്റെ തുടക്ക സമയത്ത് ഇവർ അനാസ്ഥ കാണിച്ചു എന്നുള്ളത് വാസ്തവമാണ്. കാരണം അത് അവരുടെ ആ ഒരു നേച്ചർ അങ്ങനെയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്കാണ് അതിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് അറിയുന്നത് ഇവർക്കാണ്. അപ്പം ഇവർ ആ മണ്ണിടിച്ചിലിൻ്റെ സമയത്ത് ഇവർ അപ്പം തന്നെ ഉറപ്പിച്ചു, ഈ വാഹനത്തോടു കൂടെ എന്തായി, ഈ വ്യക്തി പുഴയിൽ പതിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലായിരുന്നു കർണാടക ആദ്യം എത്തിയത്. എന്നാൽ കേരളം ഇല്ല അത് കരയിൽ തെരയൂ എന്ന് പറഞ്ഞ് അവർക്ക് നമ്മൾ ഭയങ്കരമായ പ്രഷർ കൊടുത്തു, അല്ലേ? അവർക്ക് ഭയങ്കരമായ പ്രഷർ കൊടുത്തു. പിന്നെ നമ്മൾക്ക് കാണാം, അതിനുശേഷം അങ്ങോട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരും അവരും ഇവരും എല്ലാം അങ്ങോട്ട് ചെന്ന് അവരെ പ്രഷർ കൊടുക്കുകയാണ് അവർക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ മലയാളികളുടെ ഒരു മെയിൻ പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ ഓവർ ഷോ ഓഫ് കാണിക്കും. നമ്മൾക്ക് ഈ കാര്യം കാണുന്നിടത്ത് കഴുതക്കാല് പിടിക്കണമെന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് അത് എവിടെയാണെങ്കിലും, ഈവൻ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ ഒരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ആ ഡോക്ടറിനെ നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് MBBS-ഉം MBBS-ഉം അതിന് മേലെയുള്ളതെല്ലാം പഠിച്ച് ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ വാക്ക് കേൾക്കാനല്ല, ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഭാവം അവർക്കുണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഒരു സേവനം നമ്മൾക്ക് കിട്ടണമെങ്കിൽ, അതായത് ആ ഡോക്ടറുടെ ഒരു പരിപൂർണ സേവനം നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അവരുടെ അടുത്ത് നമ്മൾ എന്താ പറയുക, സഹകരിച്ച് തന്നെ നിൽക്കണം. എന്ന് വെച്ചാൽ അവരെ ഓവർ പഠിപ്പിക്കാൻ ചെല്ലാതെ അവർക്ക് ഓവർ ടെൻഷൻ കൊടുക്കാതെ നമ്മൾ മിതമായിട്ട് തന്നെ നിൽക്കണം. എന്നാൽ ഒരു കറക്റ്റായിട്ട് അവർ രോഗം ഡയഗ്നോസ്, ഇപ്പോഴത്തെ
കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇപ്പം രോഗികളെ വെച്ച് അമ്മാനമാടുന്ന ഡോക്ടേഴ്സാണ്, അതൊക്കെ വിട്, അത് വേറൊരു വശത്തല്ല. ഞാനൊരു പൊതു തത്വമാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറയുന്നത് പോലെ എവിടെ ചെന്നാലും നമ്മൾ ഒത്തിരി ഷോ ഓഫിന് പോകാതെ നമ്മുടെ കാര്യം കാണുന്നിടം വരെയെങ്കിലും ഒന്ന് ഒരു മിതത്വം പാലിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കൂടുതൽ എന്താ പറയുക, അവിടെ അത്രയും എന്താ പറയുക ഒരു ദുരന്തം നടന്ന സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് എല്ലാ മലയാളികളും കൂടി ഇടിച്ചു കയറാൻ ചെന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല, അവർ സമ്മതിക്കത്തില്ല. കാരണം ഇനി മറ്റൊരു ദുരന്തം അതിനകത്ത് ഉണ്ടാകരുത് അല്ലേ. ഒരു വ്യക്തിയിൽ ഒത്തിരി പേര് അവിടെ മരിച്ചു. നമുക്കറിയാം, അവിടെ ഒരു ചായക്കടയുണ്ടായിരുന്നു. ആ ചായക്കടയിലെ ഒരു വ്യക്തിയും അദ്ദേഹം ലക്ഷ്മൺ നായിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യ, രണ്ട് കുഞ്ഞുങ്ങൾ ഇതുങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ ദുരന്തത്തിൽ ഇരയായി തീർന്നവരാണ്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് അർജുൻ പ്രിയപ്പെട്ടവരാണ് എന്ന് പറയുന്നത് പോലെ അവരും ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണ്. അപ്പം എന്ന് പറയുന്നത് പോലെ ഇനിയൊരു ദുരന്തം അവിടെ സംഭവിക്കരുത് എന്നുള്ള രീതിയിലാണ് അവിടുത്തെ പോലീസും ഒക്കെ ഇങ്ങനെ എല്ലാം തടയുന്നത്. അന്നേരം മലയാളികൾ അവിടെ ചെന്നിട്ട് മാധ്യമപ്രവർത്തകർ നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളെ ന്യൂസിലൊക്കെ കണ്ട് അവരവിടെ ചെന്നിട്ട് ഭയങ്കര അവരോട് ഓടിത്തിനി നീ ഇനി ഓടിയിരി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന വർത്താനം കേട്ടോ. ഇനിയും നീ എന്നെ അടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അപ്പം നമ്മൾ ഒത്തിരി അവർക്ക് പ്രഷർ കൊടുക്കാതിരിക്കുക. ഒന്നാമത് നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ മനുഷ്യജീവനെ, അതായത് നമ്മൾക്കിപ്പം അർജുൻ്റെ കാര്യത്തിൽ എത്രയൊക്കെ നമ്മൾ പ്രതീക്ഷ വെച്ചാലും അർജുൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ലോറിക്കകത്ത് പുള്ളി പെട്ടുപോയിട്ടുണ്ടോ എങ്കിൽ ജീവനോടെ തിരിച്ചു വരിക എന്നുള്ളത് ഒരു 1% മാത്രമേ നമ്മൾക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. ബാക്കി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. ബാക്കി 99% അദ്ദേഹം മരിച്ചു എന്ന് തന്നെയുള്ള നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണും വെള്ളത്തിൻ്റെ അടിയിലാണെങ്കിലും മണ്ണിൻ്റെ അടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും വായുവിന് വേണ്ടി പെടാപ്പാട് പെടുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയത്തില്ല എത്രമാത്രം മണ്ണുകളും എത്രമാത്രം കല്ലും ഒക്കെ വന്ന് പതിച്ച് എത്ര ആഴത്തിലാണ് കിടക്കുന്നതെന്നൊന്നും നമുക്കറിഞ്ഞൂടാ. ഒരു 1% മാത്രമേ നമുക്കിതിനകത്ത് ഹോപ്പുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം, അത്രേ നമുക്കിതിനകത്ത് പറയാനുള്ളൂ. അപ്പം ഈ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ദുരന്തം വന്നിട്ട് അവർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് അവർക്കൊരു പേരായി. കാരണം ഒരു ചീത്തപ്പേരായി. അവർ ഇതിനകത്ത് അനാസ്ഥ കാണിച്ചത് എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ലോകരറിഞ്ഞു. അപ്പോൾ അതവർക്കൊരു നാണക്കേടിന് ഇടയ്ക്ക് നിൽക്കുമ്പം ഇനിയും അവിടെ രക്ഷാപ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ മലയാളികളും ഒക്കെ കൂടി ആൾക്കാരങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നിട്ട് ഇനിയും ഒരു ദുരന്തം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പറയേണ്ടതും അവർ തന്നെയാണ്. അതുകൊണ്ട് അവരെന്ത് തീരുമാനിക്കും, ഇവരെ തടയും. അപ്പം അതിൻ്റെ മിതത്വം പാലിച്ച് നിൽക്കേണ്ടവരാണ് ആരാണ്? മലയാളികളാണ്. നമ്മളിവിടെ കാണുന്ന ഓരോന്നും കണ്ടിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് സംഭവിച്ചാലും നമ്മൾ എന്താ പറയുക, ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറമാണ് ഈ പ്രകൃതിയുടെ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. നമ്മളുടെ കാൽക്കുലേഷനുകളിൽ ഒന്നും അതിരിക്കുകയില്ല. നമ്മളിനി ഇവിടെ കാണുന്ന ഉരുൾപൊട്ടലും ഇവിടെ കാണുന്ന മണ്ണിടിച്ചിലും ആയിരിക്കില്ല അവിടെ നടന്നത്. അവിടെ അതിലും ഭയാനകമായ വേർഷനാണ് അവിടെ സംഭവിച്ചത്. അപ്പം അതിൻ്റെ ആഴങ്ങളും ഇതിൻ്റെ വ്യാപ്തിയും ഒക്കെ എത്രയുണ്ടെന്നുള്ളതൊന്നും നമുക്കറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മിതത്വം പാലിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എവിടെ ചെന്നാലും ഈ ഷോ ഓഫ് കാണിക്കാൻ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് കൂടെ ഇല്ലാതാകും. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എടുത്താലും നമുക്കറിഞ്ഞില്ല. ഒത്തിരി നമ്മളെ ടോർച്ചർ ചെയ്യാൻ വരികയും ഒത്തിരി നമ്മളോട് എന്താ പറയുക നമ്മളെ പഠിപ്പിക്കാൻ വരികയും ഒത്തിരി നമ്മൾക്ക് പ്രഷർ തരികയും ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു 100% ആത്മാർത്ഥതയോടെ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 50% നമ്മൾ ചെയ്യത്തുള്ളൂ. ബാക്കി 50 നമ്മൾ ചെയ്യത്തില്ല. കാരണം ഈ പ്രഷർ നമ്മൾക്ക് അത്രയും വരുന്നതുകൊണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഏത് വിഷയത്തിനും നമ്മളൊരു മിതത്വം പാലിച്ച് നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഇനിയും നമ്മൾ മലയാളികൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിവിടെ കിടന്ന് കാണിക്കുന്ന ഷോ ഓഫുകൾ മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട്, അതായത് അന്യനാടുകളിൽ ചെന്നിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ജയിക്കത്തില്ല. അവർ നമ്മൾക്ക് വില കൽപ്പിക്കുകയില്ല. കാരണം അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്, അതവർ നോക്കുക തന്നെ ചെയ്യും. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാര്യം കാണേണ്ടത് നമ്മുടേതാണെങ്കിൽ അത് ഏത് മേഖലകളിലാണെങ്കിലും നമ്മളൊരു കുറച്ച് മയത്തിൽ നിൽക്കണം. കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇല്ല എങ്കിൽ ഇതുപോലെ നീണ്ടു പോകും. ഇപ്പം ഇതിനകത്ത് നീണ്ടു പോകുന്നതിൻ്റെ അവരിപ്പം ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ടാകും. എന്നാൽ കുറേയൊക്കെ അവരുടെ അനാസ്ഥയും കൂടി ഉണ്ടാകും. കാരണം അവർക്ക് ഈ നമ്മൾ കൊടുക്കുന്ന പ്രഷർ, കാരണം നമ്മൾ നന്നായി ചെയ്യാൻ വിചാരിച്ചു കഴിയുമ്പോൾ കൂടെ അതിനകത്ത് കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ അവർക്കുള്ളതും കൂടെ ചെയ്യാൻ തോന്നാതെ വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ നമുക്ക് കേരളത്തിന് തെറ്റുപറ്റി. കാരണം നമ്മൾ ആദ്യം തന്നെ അവരെയാണ് വലിയ ഭരിക്കാനായിട്ട് ചെന്നു. നമ്മൾ കേരളം ഇടപെട്ടത് കൊണ്ടാണ്, നമ്മൾ ആദ്യം തന്നെ നല്ലപോലെ പ്രഷർ ചെലുത്തിയത് കൊണ്ടാണ് അവർ ഒന്നും കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നത്. അത് ഒരു നഗ്നമായ സത്യം. ബട്ട് ഞാൻ പറഞ്ഞത് അതല്ല. അവിടെ തരയണം ഇവിടെ തരയണം എന്ന് പറഞ്ഞ് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നതിന് പകരം അതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന അവരെ തന്നെ നമ്മളത് ഏൽപ്പിക്കണമായിരുന്നു. എങ്കിൽ പിന്നെ ആദ്യം തന്നെ അവർ ഈ കരയിൽ തിരയുന്നതിന് പകരം
ആ വെള്ളത്തിൽ തിരഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഈ എളുപ്പമാകുമായിരുന്നായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾക്കെല്ലാം ഇവിടെ നിന്ന് നമ്മൾ കാണുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. കാര്യം കാണേണ്ടത് നമ്മളാണ്. അത് നമ്മുടെ ഏത് ലൈഫിലാണെങ്കിലും, നമ്മുടെ ഏത് കാര്യത്തിലാണെങ്കിലും, നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മൾ കാര്യം കാണണം. നമ്മൾ ജയിക്കണമെങ്കിൽ, അതായത് നമ്മൾക്കൊരു കാര്യത്തിൻ്റെ ഫൈനൽ റിസൾട്ട് മറ്റൊരാളിനെ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ വേണം. നമ്മൾ ഒത്തിരി ഷോ ഓഫിന് പോകാതിരിക്കുക, എന്നാൽ ഫൈനലായിട്ടുള്ളൊരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു സത്യം, ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മലയാളികൾ പഠിച്ചേ മതിയാകും. ഇവിടെ കാണിക്കുന്ന ഷോ ഓഫുകളെ നമ്മൾ പുറത്ത് പോയി കാണിച്ചാൽ ജയിക്കത്തില്ല. കാരണം അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്, അവരുടെ വാല്യൂ ഉണ്ട്. അത് വിട്ട് ആരും കളിക്കത്തില്ല. അതും നമ്മൾ മനസ്സിലാക്കുക. എനിവേ, നമ്മുടെ മലയാളികളുടെ അത്രയുമുള്ള ഒരു എന്താ പറയുക, ഒരു 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 എന്താ പറയുക, ഒരു ഒത്തൊരുമ അത് മറ്റെവിടെയും കിട്ടത്തുമില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം കർണാടകയെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൽഫായിട്ടുള്ള അതായത് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന മട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഒട്ടുമിക്കതും. കാരണം അവരെ അങ്ങനെ ആക്കി തീർത്തതാണ്, ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർ അവരെ അങ്ങനെ ആക്കി തീർത്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത് അവർ കന്നഡവാദക്കാരാണ്, അതായത് ഈ കർണാടകസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അത് എവിടെ ചെന്നാലും അങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാര്യം കാണണമെങ്കിൽ കഴുതക്കാല് പിടിച്ചേ ശരിയാകൂ എന്നുള്ള സത്യം ഇനിയെങ്കിലും മലയാളികൾ തിരിച്ചറിയുക. താഴേണ്ടടുത്ത് താഴാൻ പഠിക്കുക. ഒത്തിരി ഷോ ഓഫിൽ പോകാതിരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.